മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ അവസാന ഭാഗത്ത് ലാസ്റ്റ് മൊഡ്യൂളിലെ അവസാന ഭാഗമാണ്. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോംസിലെ 4 തിയറംസ് ആണ് പഠിക്കുക. അപ്പം 4 തിയറംസ് എന്ന് പറയുമ്പോൾ ചില തിയറത്തിന് കൊറോളറികൾ ഉണ്ടാവും. അപ്പോൾ ഈ 4 തിയറവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ചോദിക്കുന്നതാണ് എക്സാമിന്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പ്രൂഫ് കാണാൻ വേണ്ടി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ 4 തിയറവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ് ക്വാഡ്രാറ്റിക് ഫോംസ്? ക്വാഡ്രാറ്റിക് ഫോംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ സെമസ്റ്ററിൽ അനലിറ്റിക്കൽ ടൂൾസിൽ x'(ax) എന്നാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. എക്സ്, അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മൾട്ടി വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന എക്സ്. എ എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പം നിങ്ങൾ ഇതേ പഠിച്ചിട്ടുള്ളൂ. എക്സ് ഒരു വെക്റ്റർ ആണ്, എ എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് സിമ്മട്രിക് മെട്രിക്സ്. ഇത്രയാണ് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോംസിൽ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഫോംസിൽ എക്സ് എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വെക്റ്റർ ആയിരിക്കും. അത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 4 തിയറംസ് ആണ്. നമുക്ക് ആദ്യം ഒന്നാമത്തെ തിയറം അതിൻ്റെ കൊറോളറീസും കാണാം. സോ നമ്മുടെ ഫസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് എക്സ് ബി എ വെക്റ്റർ ഫോളോവിങ് പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ വെക്റ്റർ 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് ഐ പി. ഓക്കെ, ഐ പി എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് വിത്ത് ഓർഡർ പി. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ദെൻ ദ ക്വാഡ്രാറ്റിക് ഫോം x'(ax) follows chi-square distribution with degrees of freedom r if and only if a square equal to a and rank a equal to r. അതായത് x'(ax) എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോം chi-square distribution with degrees of freedom r ഫോളോ ചെയ്യണമെങ്കിലുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്തായിരിക്കണം? എ എന്ന് പറയുന്നത് റാങ്ക് 6 വരുന്ന ഒരു ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കണം. അപ്പം നിങ്ങൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഐഡംപൊട്ടന്റ് മെട്രിക്സിന്റെ പ്രത്യേകതയാണ് a² = a എന്നുള്ള ഫോമിലായിരിക്കും ഐഡംപൊട്ടന്റ് മെട്രിക്സ് വരിക. അപ്പം അതിന്റെ റാങ്ക് 6 കൂടെ ആണെങ്കിൽ മാത്രമേ x'(ax) ഫോളോ ചെയ്യുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ആകത്തുള്ളൂ. ഓക്കെ, പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്താൽ എന്താണ് വരിക? എസ് ഐഡംപൊട്ടന്റ് മെട്രിക്സ് വിത്ത് റാങ്ക് സി. ഓക്കെ, ആ വ്യത്യാസമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഇതിന്റെ പ്രൂഫ്, അപ്പം നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഉണ്ട്. അപ്പം നമുക്ക് 2 പാർട്ടാണ്, നെസസറി പാർട്ടും സഫിഷ്യന്റ് പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫ് നോക്കാം. സോ ഫസ്റ്റ് പാർട്ട്, നെസസറി പാർട്ടിന്റെ പ്രൂഫിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് എക്സ് ഫോളോസ് പി വേരിയേറ്റ് നോർമൽ ആൻഡ് x'(ax) follows chi-square distribution with r degrees of freedom. Then we have to prove that A is an idempotent matrix with rank r. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണെന്ന് കാണിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് 0 അല്ലെങ്കിൽ 1 മാത്രമേ വരുള്ളൂ. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ്, ഡയഗണൽ എൻട്രീസ് അല്ല, ഐഗൺ വാല്യൂസ് 0 1 മാത്രമേ വരുള്ളൂ. അത് നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഐഡംപൊട്ടന്റ് മെട്രിക്സ്, മെട്രിക്സിന്റെ പലതരത്തിലുള്ള മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യമേ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ക്വാഡ്രാറ്റിക് ഫോമിന്റെ ഡിസ്ട്രിബ്യൂഷൻ chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്കറിയാം. അപ്പം നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാലോ. അപ്പം എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മീൻ വെക്ടർ 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് ഐ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് എക്സ്പോണന്റിന്റെ ടേം ഒന്നിച്ച് എഴുതാലോ. സോ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആകണമെങ്കിൽ എന്താണ്? ഡിറ്റർമിനന്റ് i - 2i(ta) raised to -1/2 കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്കിത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിട്ട്
ഐ മൈനസ് 2i ടി എ ഡിസ്പേർഷൻ മെട്രിക്സ് ആയിട്ടുള്ള ഒരു എക്സിനെ നമുക്കവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമ്മൾ കാണുന്നതാണ്. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആകാനായിട്ട് നമുക്ക് ആ കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയിട്ട് കിട്ടും. അപ്പം എന്താണ് ആൻസർ വരിക? ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. എന്താണ്? എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ് ഡാഷ് എ എക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചത് എന്താ? ഡിറ്റർമിനന്റ് ഐ മൈനസ് 2i ടി എ റേസ് ടു മൈനസ് 1/2. ഓക്കെ, ഇനി നമുക്കറിയാം എക്സ് ഡാഷ് എ എക്സ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ സ്ക്വയറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറിയാം. അപ്പം എന്ത് വരും? 1 മൈനസ് 2i ടി റേസ് ടു മൈനസ് r/2. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ഡിറ്റർമിനന്റിന്റെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫോമിലാണ് കിടക്കുക. അത് നമുക്കൊന്ന് മാറ്റി എഴുതണം. നമുക്ക് യൂണിവേരിയേറ്റ് കേസ് അല്ല വേണ്ടത്. അപ്പം അത് നമുക്ക് മാറ്റി എഴുതണം. അപ്പം അത് മാറ്റി എഴുതാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. സോ ആ രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഞാൻ ഇവിടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമുക്കൊന്ന് മാറ്റണം. ഓക്കെ, അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് R ആണെങ്കിൽ there exists a matrix P. എന്ത് മെട്രിക്സ് ആണ്? ഓർത്തോഗണൽ മെട്രിക്സ് P. എന്താണ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത? P ഡാഷ് P ഈക്വൽ ടു P ഇൻറ്റു P ഡാഷ് ഈക്വൽ ടു I. ഓക്കെ, അപ്പം അങ്ങനെ ഒരു P എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് P ഡാഷ് എ പി ഈക്വൽ ടു ദ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഫസ്റ്റ് R ഡയഗണൽ എൻട്രീസ് ലാംഡ ഐസ് ആൻഡ് അതർ ഡയഗണൽ എൻട്രീസ് സീറോസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയഗണൽ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ മെട്രിക്സ് ഫോമിൽ കാണാം? ഈ ഒരു ഫോമിൽ എഴുതാം. അതിൻ്റെ ലാംഡ ആർ എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എൻട്രീസ് എല്ലാം 0 വരുന്ന ഒരു സബ് മെട്രിക്സ് വരും. ഓക്കെ, നമുക്ക് ബ്ലോക്ക് വൈസ് അതിനെ എഴുതുമ്പോൾ ഈ ഒരു ഫോമിൽ P ഡാഷ് എ പി എന്നത് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ ആർ എന്ന് നമ്മൾ വിളിച്ചത് എന്താണ്? നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് എ ആണ്. എ എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ മെട്രിക്സ് ആണ്, സിമെട്രിക് റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പം നമ്മുടെ ലാംഡ ഐസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ്. ഓക്കെ, അപ്പം P ഡാഷ് എ പിനെ നമ്മൾ ലാംഡ എന്ന് വിളിച്ചു. ലാംഡയെ തന്നെ ബ്ലോക്ക് ആക്കി തിരിക്കുമ്പോൾ ലാംഡ ആർ 0 0 0. ഓക്കെ, ആ ഒരു ഫോമിൽ വരും. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഡിറ്റർമിനന്റ് 2i ടി എ റേസ് ടു മൈനസ് 1/2ന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പം നമുക്ക് ഡിറ്റർമിനന്റ് 2i ടി എനെ എങ്ങനെ യൂണിവേരിയേറ്റ് ഫോമിലേക്ക് മെട്രിക്സ് ഒക്കെ മാറ്റി എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്കതിനെ ജസ്റ്റ് ഐ വെച്ച് ഡിറ്റർമിനന്റ് ഐ എന്താണ്? 1. അപ്പം അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഐക്ക് പകരം നമുക്ക് P ട്രാൻസ്പോസ് P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഐക്ക് പകരം P എന്ന് പറയുന്ന ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്ത് വരാം എന്ന് നോക്കാം. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിറ്റർമിനന്റ് ഐ കൊടുത്തു, പിന്നെ ഐക്ക് പകരം P ഡാഷ് P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഇനി ഡിറ്റർമിനന്റ് ആയതുകൊണ്ട് എന്താണ്? ഒരു മെട്രിക്സിന്റെ മെട്രിക്സ് എ ബിയുടെ എ ഇൻറ്റു ബിയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഡിറ്റർമിനന്റ് P ഡാഷ് ഇൻറ്റു ഡിറ്റർമിനന്റ് P എന്ന് എഴുതാം. അത് നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് എഴുതാം. കുഴപ്പമില്ലല്ലോ. അപ്പം നമുക്ക് അതിനെ ഡിറ്റർമിനന്റിനെ ഒന്നിച്ച് കൺസിഡർ ചെയ്യാം. ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതിനെ മെട്രിക്സിനെ ഐ മൈനസ് 2i ടി എ ഒരു മെട്രിക്സ് ആണ്, P ഡാഷ് വേറൊരു മെട്രിക്സ് ആണ്, P വേറൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും ഡിറ്റർമിനൻസിന്റെ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. അത് നമുക്ക് ഒന്നിച്ച് ഒരു ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ P ഡാഷ് P ഇൻസൈഡ് എടുത്ത് നമുക്കതിനെ ഇങ്ങനെ എഴുതാം. മെട്രിക്സിനെ നമുക്ക് ഒന്നിച്ച് എഴുതാം. ഓക്കെ, P ഡാഷ് ഐ പി എന്താണ്? P ഡാഷ് P തന്നെ, വിച്ച് ഈസ് എഗെയിൻ ഐ. ദെൻ P ഡാഷ് എ പി എന്താണ്? ലാംഡ ആണ് അല്ലേ? റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കാൻ നോക്കുക, ലാംഡ ആണ്. സോ ഈ ഒരു ഫോമിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയാണല്ലോ. ഓക്കെ, അപ്പം ഇതെന്താണ്? ഡിറ്റർമിനന്റ് ഐ മൈനസ് 2i ടി ലാംഡ. അപ്പം ഐ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്.
ലാംഡ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ I മൈനസ് 2IT ലാംഡ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. എങ്ങനെയാണ് അത് വരിക? ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഈ ഒരു ഫോമുല എഴുതിയെന്നേ ഉള്ളൂ. എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് I വരും, പിന്നെ അടുത്ത 2IT ലാംഡയുടെ ഫസ്റ്റ് 6 റോസിൽ ഡയഗണൽ എൻട്രീസ് ഉണ്ടാവും. 2IT ലാംഡ 1, 2IT ലാംഡ 2, എക്സെട്ര 2IT ലാംഡ R. ബാക്കിയുള്ള ഡയഗണൽ എൻട്രീസ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ്, ഡയഗണൽ എലമെൻറ്റ് 0 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്ത് വരും? ഡയഗണൽ എൻട്രീസ് എന്ത് വരും? 1 മൈനസ് 2IT ലാംഡ 1, അടുത്ത ഡയഗണൽ എൻട്രി 1 മൈനസ് 2IT ലാംഡ 2, എക്സെട്ര വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് എന്തെഴുതാൻ പറ്റും? സോ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ആണ്. ഈ ഒരു ഫോമിൽ വരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഒന്നിച്ച്? സോ ഡിറ്റർമിനൻ്റ് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് ഓവർ J ഈക്വൽ ടു 1 to R 1 മൈനസ് 2IT ലാംഡ J. അപ്പോൾ നമ്മുടെ ബോക്സിൽ എഴുതിയിരിക്കുന്ന ഡിറ്റർമിനൻ്റ് I മൈനസ് 2IT A റേസ് ടു മൈനസ് 1/2 എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് ഓവർ J I മൈനസ് 2IT ലാംഡ J റേസ് ടു മൈനസ് 1/2. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 2IT ലാംഡ J I എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് കോംപ്ലക്സ് വാല്യൂ I ആണ് കേട്ടോ. കോംപ്ലക്സ് നമ്പർ I ആണ്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആകുമ്പം വരുന്നതാണ്. അത് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? സോ അപ്പം നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിച്ച്, ഏതൊക്കെ മെത്തേഡാണ്? ഒന്ന്, എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയായിരുന്നു, അതുപയോഗിച്ച് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് എഴുതിയതാണ്. എങ്ങനെ? എയുടെ റാങ്ക് 6 ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച വാല്യൂ ആണ് ഒന്നാമത്തത്. രണ്ടാമത്തതോ ഡയറക്റ്റ് ആയിട്ട് എക്സ് ഡാഷ് എ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൈസ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയതുകൊണ്ട് അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാണ് രണ്ടാമത്തത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അതായത് ഇത് ഈക്വൽ ആകണമെങ്കിൽ ഈ പ്രൊഡക്റ്റും, ആദ്യത്തെ ഈ പ്രൊഡക്റ്റും രണ്ടാമത്തത് 1 മൈനസ് 2IT റേസ് ടു മൈനസ് R/2, അത് ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് 1 ആയിരിക്കണം. അതായത് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ R എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മാത്രമേ ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആകത്തുള്ളൂ. അത് 1 ആയി മാറിയാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താണ് വരിക? എയുടെ ഫോം ഈ ഒരു ഫോമിൽ വരും. അതായത് ഡയഗണൽ എൻട്രീസിൽ P ഡയഗണൽ എൻട്രീസ് ഉണ്ട്, അതിൽ 6 എണ്ണം 1 ആണ്, ബാക്കി എണ്ണം 0 ആണ്. അപ്പം എയുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത് 1 ആൻഡ് 0 ആണ്. അപ്പം എന്ത് കിട്ടി? എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താണ്? 1ഉം 0ഉം ആകത്തുള്ളൂ. സോ എ ഈസ് ആൻ ഐഡംപൊട്ടന്റ് മെട്രിക്സ്. അപ്പം എയുടെ റാങ്ക് 6 ആണെന്ന് നമ്മൾ അസംഷനിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ നെസസറി പാർട്ടായി, അതായത് എക്സ് ഡാഷ് എ എക്സ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആകണമെങ്കിൽ എന്തേ പറ്റത്തുള്ളൂ? എ എന്ന് പറയുന്നത് ഒരു ഐഡംപൊട്ടന്റ് മെട്രിക്സ് വിത്ത് റാങ്ക് 6 ആയേ പറ്റത്തുള്ളൂ. സോ നെസസറി പാർട്ട് ഈസ് ഓവർ. സോ സഫിഷ്യൻസി പാർട്ടിൽ എന്താണ് ചെയ്യേണ്ടത്? എ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്, റാങ്ക് ഓഫ് എ 6 ആണ്, അതായത് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്. സോ വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ് ഡാഷ് എ എക്സ് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പം എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് ഷോ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വേണം പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇവിടെ നമ്മളൊരു ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ സഹായം തേടുവാണ്. പി സച്ച് ദാറ്റ് P ഡാഷ് എ പി, അതായത് എ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആയതുകൊണ്ട് there should exist an orthogonal matrix P such that P dash AP equal to diagonal matrix with the first R diagonal entries 1 and other diagonal entries 0. Okay, rank R ആയതുകൊണ്ടാണ് ഈ ഒരു ഫോമിൽ എഴുതിയത്. So we consider a transformation
y ഈക്വൽ ടു പി ഡാഷ് എക്സ്. നമുക്ക് എക്സ് ഉണ്ട്, എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് ഐ പി. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ y ഈക്വൽ ടു പി ഡാഷ് എക്സ്. അപ്പം പി ഓർത്തോഗണൽ ആയതുകൊണ്ട് എന്താണ് പ്രത്യേകത? പി ഡാഷ് എന്ന് പറയുന്നതും പി ഇൻവേഴ്സ് എന്ന് പറയുന്നതും സെയിം ആണ്. സോ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് പി വൈ എന്ന് തന്നെ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എൻ പി 0 ഐ പി തന്നെയാണ്. കാരണം എന്താണ്? വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതുമ്പം എന്താ സംഭവിക്കുക? മീൻ വെക്ടർ എന്ന് പറയുന്നത് പി ഡാഷ് മ്യൂ വരും, ഡിസ്പെർഷൻ മെട്രിക്സ് പി ഡാഷ് സിഗ്മ പി. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 0, സിഗ്മ എന്ന് പറയുന്നത് ഐ പി. അപ്പം പി ഡാഷ് ഐ പി എന്താണ്? ഐ പി തന്നെ, കാരണം പി ഡാഷ് പി ഐ ആണ്. സോ ഐ പി ഇൻറ്റു ഐ പി ഐ തന്നെ വരും. സോ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷന് ഈക്വലൻ്റ് ആണ്. സോ വൈ എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ ആണ്, മെട്രിക്സ് മീൻ വെക്ടർ 0യും ഡിസ്പെർഷൻ മെട്രിക്സ് ഐ പി. സോ നമുക്കറിയാം അതിൻ്റെ y എന്ന് പറയുന്ന വെക്ടറിലെ വേരിയബിൾസ് y i's എന്ന് പറയുന്നത് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നവയായിരിക്കും, അല്ലെ? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. അപ്പം യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ മീൻ 0യും വേരിയൻസ് 1ഉം ആയിരിക്കും. കൊവേരിയൻസസ് 0 ആണ്, അതുകൊണ്ട് തന്നെ y i's എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ. സോ നമ്മൾ എക്സ് ഡാഷ് എ എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് കാണിക്കേണ്ടത്? എക്സ് ഡാഷ് എ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ വിത്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പം എക്സ് ഡാഷ് എ എക്സിൻ്റെ നമ്മൾ കാണുവാണ്. അപ്പം നമുക്കറിയാം എക്സിന് നമ്മൾ പി വൈ എന്ന് കൺസിഡർ ചെയ്തിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പം ഏത് ഫോമിൽ വരും? വൈ ഡാഷ് ഐ ആർ 0 0 0 ഐ. അത് മൾട്ടിപ്ലൈ ചെയ്യാം. വൈ ഡാഷ് വൈ എന്ന് പറയുന്ന വെക്ടർ y1 y2 എക്സെട്ര വൈ പി, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഏത് ഫോമിലാണ് വരിക? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൈ ഐസ് നമ്മുടെ വൈ എന്ന വില വേരിയബിൾസ് ആണ്. വൈ ഡാഷ് പി ഡാഷ് എ പി വൈ. പി ഡാഷ് എ പി എന്താന്ന് നമ്മൾ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എ എന്ന് പറയുന്നത് ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആയതുകൊണ്ട്. സോ നമുക്ക് കിട്ടുന്നത് എക്സ് ഡാഷ് എ എക്സ് എന്ന് പറയുന്നത് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് വൈ ആർ സ്ക്വയർ, വെയർ വൈ ഐസ് ആർ ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയൻസ്. സോ ദിസ് സം ഫോളോസ്. എന്താണ്? y1 സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണെങ്കിൽ y1 സ്ക്വയർ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് വൈ ആർ സ്ക്വയർ ഫോളോ ചെയ്യുന്ന എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പം നമ്മുടെ പ്രൂഫ് ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ പ്രൂഫ്. അപ്പം നെസസറി പാർട്ടും സഫിഷ്യൻറ്റ് പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രൂഫിലും എന്താണ് അവിടുത്തെ ട്വിസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിൽ വെച്ച് അത് പോയിന്റ്സ് ആയിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രൂഫ് പഠിക്കാൻ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന പ്രൂഫാണ്. അപ്പം എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ തിയറത്തിൻ്റെ ഒന്നാമത്തെ കൊറോളറി ഓർത്തിരിക്കുക. എക്സ് ഫോളോ ചെയ്യുന്നത് പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ വെക്ടർ 0യും ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മയും ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എക്സ് ഡാഷ് എ എക്സ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്താണ്? എ സിഗ്മ ഐഡംപൊട്ടന്റ് വിത്ത് റാങ്ക് ആർ. എ എന്ന് പറയുന്ന മെട്രിക്സിന് പകരം എ സിഗ്മ ആയിരിക്കണം ഐഡംപൊട്ടന്റ്. ഇതൊക്കെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോംസിൽ നിന്ന് പഠിക്കുന്ന റിസൾട്ടുകളാണ്. അപ്പം നെറ്റിൻ്റെ എക്സാമിനൊക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ എന്താണ് ആ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു റിസൾട്ട് ഓർത്തിരിക്കുക. സെക്കൻഡ് കൊറോളറി എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ മ്യൂ ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ ആണെങ്കിൽ എന്താണ്? എക്സ് ഡാഷ് എ എക്സ് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എ നോൺ സെൻട്രാലിറ്റി പാരാമീറ്റർ മ്യൂ ഡാഷ് മ്യൂ.
ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സിഗ്മ ഈസ് ആൻ ഐഡംപൊട്ടന്റ് മെട്രിക്സ് ഓഫ് റാങ്ക് ആർ. അപ്പം രണ്ട് റിസൾട്ടുകളും ഓർത്തിരിക്കുക. അപ്പം പ്രൂഫ് നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫാണ് ഇമ്പോർട്ടൻ്റ്. ഈ രണ്ട് റിസൾട്ടുകൾ രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ.